മധ്യകേരളത്തിൽ പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് വലിയ ആകാംക്ഷയോടെയാണ് മുന്നണി നേതൃത്വങ്ങൾ ഇപ്പോൾ കാണുന്നത്. തങ്ങളുടെ വോട്ടുകളെല്ലാം പോളിംഗ് ബൂത്തിൽ എത്തി എന്ന് ഇടതുമുന്നണി അവകാശപ്പെടുന്നു. അതേസമയം പോളിംഗിലുണ്ടായ കുറവ് പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് UDF നേതൃത്വം. സാലി മുഹമ്മദ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സാലി. ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ വളരെ കൃത്യമായി ഈ ഒരു കണക്ക് പ്രഡിക്റ്റ് ചെയ്തതാണ് സാലി. ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ഈ കണക്കുകൾ വരുമ്പോൾ ഈ പോളിംഗ് ശതമാനത്തിൽ ഒരു കുറവുണ്ടാകുന്ന ഒരു ട്രെൻഡാണ് എന്നത് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ അതിലൊരു കൃത്യമായ കണക്ക് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് മധ്യകേരളത്തിന്റെ ഒരു പൊതുചിത്രം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതികരിച്ചത്? കാവ്യ, വളരെ പ്രകടമാണ് പോളിംഗിലുണ്ടായ കുറവ്. അത് നേരിയ കുറവ് എന്ന് പറയാനും കഴിയില്ല. ഇപ്പോൾ മധ്യകേരളത്തിലെ 6-7 മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ ഒരു 7% മുതൽ 9.5-10% വരെ കുറവ് ഈ മണ്ഡലങ്ങളിലൊക്കെ ഉണ്ട്. അത് ചെറിയ കുറവല്ല. 10% എന്ന് പറയുമ്പോൾ 1.5 ലക്ഷത്തോളം ആളുകൾ പോളിംഗ് ബൂത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പൊതുവെ ഒരു കഴിഞ്ഞ പ്രാവശ്യം എത്തിയതിനേക്കാൾ 1 ലക്ഷത്തിലധികം ആളുകൾ പോളിംഗ് ബൂത്തിൽ നിന്ന് വിട്ടുനിന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ഒരു സാഹചര്യം പരിശോധിച്ചാൽ പ്രത്യേക സവിശേഷമായൊരു സാഹചര്യത്തിലൂടെ രാജ്യവും ഒക്കെ കടന്നുപോയപ്പോൾ അന്ന് അങ്ങനെ കേരളത്തിൽ പ്രത്യേക സാഹചര്യം രൂപപ്പെട്ടു. അങ്ങനെ ആളുകൾ പോളിംഗ് ബൂത്തുകളിലേക്ക് കൂടുതലെത്തി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 19 എന്ന് പറയാം. 24-ലെത്തിയപ്പോൾ ആ സാഹചര്യം എങ്ങനെ മാറിമറിഞ്ഞു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഫലത്തെ അങ്ങേയറ്റം സ്വാധീനിക്കുന്ന ഒരു കാര്യമായിരിക്കും എന്നുള്ളതാണ്. ഇനി പോളിംഗ് ശതമാനം മണ്ഡലം തിരിച്ച് മധ്യ കേരളത്തിലെ എറണാകുളം മുതൽ തൃശ്ശൂർ മുതൽ ആലപ്പുഴ വരെയുള്ള മണ്ഡലങ്ങളിലേക്ക് വന്നാൽ ഓരോയിടത്തും ശരാശരി ഒരു 7% വരെ എങ്കിലും കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലാണ്. അവിടെ ഇന്നലെ രാത്രി ഒരു 11 മണിയോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്ന കണക്ക് 68.27 കഴിഞ്ഞ തവണ 77.63. അതിനർത്ഥം 9% പോളിംഗിൽ ഇടിവുണ്ടായി എന്ന് തന്നെയാണ്. ആ 9% പോളിംഗ് ഇടിവ് എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ ആരെ എഫക്റ്റ് ചെയ്യും, ഏത് മുന്നണിയെ ബാധിക്കും എന്നത് സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ അതിന് വലിയ ബുദ്ധിമുട്ടില്ല. കാരണം ഇതൊരു UDF പക്ഷപാതിത്വ സ്വഭാവം പുലർത്തുന്ന മണ്ഡലമാണ്. കാലാകാലങ്ങളിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിന് മുൻപുള്ള കുറേ തെരഞ്ഞെടുപ്പുകളും പരിശോധിച്ചാൽ അക്കാര്യത്തിലൊരു വ്യക്തത നമുക്കുണ്ടാവും. അതായത് 2019 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 76.6% പോളിംഗ് ഉണ്ടായപ്പോൾ ഹൈബി ഈഡൻ UDFിലെ സ്ഥാനാർത്ഥി ജയിച്ചത് 1,69,000 വോട്ടുകൾക്കാണ്. റെക്കോർഡ് ഭൂരിപക്ഷമായിരുന്നു. പിന്നിലേക്ക് പോയാൽ അതിന് ഏറ്റവും അവസാനം ഇടതുപക്ഷം ഈ മണ്ഡലത്തിൽ ജയിച്ച തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 2004 ഡോക്ടർ സെബാസ്റ്റ്യൻ പോളോ. അന്ന് 61.63% മാത്രമായിരുന്നു അന്നത്തെ പോളിംഗ്. അപ്പോൾ അന്ന് 70,000-ലധികം വോട്ടുകൾക്ക് ഡോക്ടർ സെബാസ്റ്റ്യൻ പോളോ ലോക്സഭയിലെത്തി. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, അത് എന്തെങ്കിലും പ്രവചനത്തിനും സാധ്യതയില്ല. ഈ പോളിംഗ് ശതമാനം ഇത്തരം UDF പക്ഷപാതിത്വ സ്വഭാവം പുലർത്തുന്ന മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനം കുറയുന്നത് പൊതുവിൽ UDFിനെയാണ് ബാധിക്കുക എന്നുള്ളതാണ്. അത് ജയാപജയങ്ങളെ നേരിട്ട് ബാധിക്കുമോ എന്നുള്ളത് പറയാൻ കഴിയില്ല. പക്ഷേ ഒരു വോട്ടിനെ ബാധിക്കും, അക്കാര്യത്തിലൊരു തർക്കവുമില്ല. UDF ജയിച്ചാലും ഈ മണ്ഡലത്തിൽ ഇത്തവണ കരകയറിയാലും അവരുടെ ഭൂരിപക്ഷം വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ LDFിലേക്ക് മണ്ഡലം മറിയും. അതാണ് ഈ പോളിംഗ് ശതമാനം വെച്ച് നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയുന്നത്. അതായത് പ്രതീക്ഷ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ഈ പോളിംഗ് ശതമാനത്തിൽ ഇടിവ് നൽകുന്നത് ഇടത് ക്യാമ്പിനാണ് എന്നൊറ്റ വാചകത്തിൽ അത് പറയാം. ചാലക്കുടി അതിശക്തമായ പോരാട്ടം നടന്ന മണ്ഡലം. പ്രൊഫസർ രവീന്ദ്രനാഥ് മാഷിനെ ഇടതുപക്ഷം രംഗത്തിറക്കി. അതിശക്തനായൊരു കാൻഡിഡേറ്റ് അവിടെ എത്തി. സിറ്റിംഗ് MP അവിടെ മത്സരിച്ചു. പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് അതുകൊണ്ട് തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. നല്ല പോളിംഗ്, മെച്ചപ്പെട്ട പോളിംഗ് മധ്യകേരളത്തിൽ ഉണ്ടായ ഒരു മണ്ഡലമാണിത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം 80.49 ആയിരുന്നു കഴിഞ്ഞ തവണ. അത് ഇക്കുറി 71.84. അതായത് 8% കുറവ്. 8% കുറവ് ഉണ്ടാവാൻ പാടില്ലാത്തത്ര മത്സരം നടന്നൊരു മണ്ഡലമാണിത്. കാരണം അത് ശക്തമായ പോരാട്ടം, ഇടത് സ്ഥാനാർത്ഥിയുടെ മികവ് ഒക്കെ വലിയ തോതിൽ പ്രകടമായി വന്നതാണ്. മാത്രമല്ല ഒരു ചെറിയ ഫാക്ടർ ആ മണ്ഡലത്തിൽപ്പെടുന്ന കുന്നത്തുനാടുണ്ടായിരുന്നു. ഒരു സ്വകാര്യ കമ്പനിയുടെ നിയന്ത്രണത്തിലുള്ള 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനം തെരഞ്ഞെടുപ്പിൽ ശക്തമായി മത്സരിക്കാൻ സാധിച്ച ഒരു തെരഞ്ഞെടുപ്പാണിത്. അപ്പോൾ കുന്നത്തുനാട് മണ്ഡലത്തിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവുകയും ചെയ്തു. കുന്നത്തുനാട് ഏതാണ്ട് 80% മുകളിലേക്ക് പോളിംഗ് കടന്നിട്ടുണ്ട് കുന്നത്തുനാട് നിയമസഭാ മണ്ഡല പരിധിയിൽ മാത്രം. അപ്പോൾ അത് ആ ത്രികോണ സ്വഭാവമുള്ളൊരു മത്സരം അവിടെ മാത്രം നടന്നതുകൊണ്ടാണ്. പക്ഷേ ബാക്കിയുള്ള എല്ലായിടങ്ങളിലും പോളിംഗ് ശതമാനം കുറയുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ്.
അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻപ് ഇന്നസെൻ്റ് ജയിച്ച തെരഞ്ഞെടുപ്പിൽ 13,000 വോട്ടിന് ജയിച്ച തെരഞ്ഞെടുപ്പിൽ ഇതിനടുത്ത പോളിംഗ് ശതമാനത്തിലേക്കാണ് വന്നത്. അതുകൊണ്ട് തന്നെ LDF അവകാശപ്പെടുന്നത് അവരുടെ വോട്ടെല്ലാം ചെയ്തു എന്നാണ്. UDF ചെറിയൊരാശങ്ക ഈ ചാലക്കുടി മണ്ഡലത്തിൽ ഈ പോളിംഗ് ശതമാനത്തിൻ്റെ കണക്കിൽ ഉണ്ട് താനും. പക്ഷേ അതൊന്നും ഒരു പ്രിഡിക്ഷനല്ല. നമ്മൾ രണ്ട് കൂട്ടരുടെയും നേതാക്കളോട്, തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലകൾ ചുക്കാൻ പിടിച്ച പ്രധാന നേതാക്കളോട്, MLA ഉൾപ്പെടെയുള്ളവരോട് രാത്രി സംസാരിച്ചപ്പോൾ അവർ പങ്കുവെച്ച വികാരങ്ങളാണിത്. പക്ഷേ അത് ഈ വോട്ടർമാരൊക്കെ ആർക്ക് വന്ന് വോട്ട് ചെയ്തെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതാണ് ഈ നമുക്ക് തൊട്ടടുത്തുള്ള എറണാകുളത്തിനും തൊട്ടടുത്തുള്ള ചാലക്കുടിയിലെ സാഹചര്യം. അതിശക്തമായ പോരാട്ടം നടന്നൊരു മണ്ഡലം നമുക്കറിയാം ആലപ്പുഴയാണ്. നേരത്തെ വിജിൻ പറഞ്ഞതുപോലെ KC വേണുഗോപാലിൻ്റെ സാന്നിധ്യം ഇടതുപക്ഷം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പോരാട്ടം നടത്തിയ ഒരു മണ്ഡലം എന്നുള്ളതാണ്. അവിടെയും ഏതാണ്ട് 5.5% പോളിംഗ് ശതമാനത്തിൻ്റെ കുറവുണ്ട്. 80.25 കഴിഞ്ഞ തവണ. ഇത്തവണ 74.75 രാത്രി കിട്ടിയിരിക്കുന്ന കണക്ക്. അതൊരു ചെറിയൊരു വർധനമുണ്ടായേക്കാം. അപ്പോൾ ഒരു 5% കുറവ് മാത്രം. ഏറ്റവും പോളിംഗ് ശതമാനത്തിൽ കുറവ് ഏറ്റവും കുറഞ്ഞ ഒരു മണ്ഡലം ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ പൊതുവിൽ വാശിയേറിയ പോരാട്ടം അവിടെ പ്രതിഫലിച്ചു. മറ്റു മണ്ഡലങ്ങളുണ്ടായ പോലുള്ള ഇടിവ് ആലപ്പുഴയിൽ ഉണ്ടായില്ല എന്ന് പറയാൻ കഴിയും. അത് സമാന രീതിയിൽ ഇടുക്കിയുടെ ഒരു കണക്ക്, അന്തിമമായ കണക്ക് ഇപ്പോഴും ലഭിച്ചു വരുന്നു. 77% ഇടുക്കിയിൽ ഇത്തവണ ഉണ്ടായത്. കഴിഞ്ഞ തവണ അത് 76. 1,00,000-ലധികം വോട്ടുകൾക്ക് ഡീൻ കുര്യാക്കോസ് ജയിച്ച തെരഞ്ഞെടുപ്പിൽ 76.84. ഇപ്പോൾ 66.42. അപ്പോൾ അതൊരു UDF സ്വഭാവം പുലർത്തുന്ന മണ്ഡലമാണ്. ഈ ജോയ്സ് ജോർജ് കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ തവണ ആ മണ്ഡലത്തിൽ ഇടതു വിജയം ഉണ്ടാക്കിയപ്പോൾ അവിടെ ഉണ്ടായതിന് ആ സമയത്തുണ്ടായതിന് സമാനമായ ഒരു പോളിംഗ് ശതമാനത്തിലേക്ക്, അതിനേക്കാൾ കുറവാണ് പോളിംഗ് ശതമാനത്തിലേക്ക് ഇക്കുറി വന്നു എന്നുള്ളതാണ് ഒരു സവിശേഷമായ സാഹചര്യം. അതൊക്കെ ഏത് വോട്ടുകൾ എന്നതൊക്കെ വരും ദിവസങ്ങളിലേ പറയാൻ കഴിയൂ. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഈ മധ്യകേരളത്തിൻ്റെ ഒരു പൊതു രാഷ്ട്രീയ സ്വഭാവം നമുക്കൊക്കെ അറിയുന്നത് പോലെ ഒരു UDF പക്ഷപാതിത്വ സ്വഭാവം പുലർത്തുന്ന പ്രദേശമാണ് മധ്യകേരളം. അതിന് സാമുദായികമായ ചില ഘടകങ്ങളുണ്ട്. ഈ മധ്യകേരളത്തിൽ കൊച്ചി പോലുള്ള നഗരങ്ങളിൽ താമസിക്കുന്ന മധ്യവർഗ ഇടത്തരം ജനവിഭാഗങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളുടെ ഒരു പ്രതിഫലനമുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ ഒരു UDF പക്ഷപാതിത്വം മിക്ക മണ്ഡലങ്ങളിലും പുലർത്തുന്നൊരു സ്വഭാവമുള്ള പ്രദേശമാണ് ഈ മധ്യകേരളം. അപ്പോൾ ആ മധ്യകേരളത്തിൽ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് UDFനെ ആശങ്കപ്പെടുത്തുന്ന ഒരു ഘടകം തന്നെയാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മണ്ഡലങ്ങളിലൊക്കെ കഴിഞ്ഞ തവണ വലിയ മാർജിനിലാണ് UDF സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ മാർജിൻ മറികടക്കാൻ ആവശ്യമായ മാറ്റം വോട്ടെടുപ്പിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതിലാണ് UDFന് വലിയ പ്രതീക്ഷ. വലിയ മാർജിനിൽ തങ്ങൾ ജയിച്ച മണ്ഡലങ്ങളിൽ ഒരല്പ വോട്ട് കുറഞ്ഞാലും ജയാപജയങ്ങളെ ബാധിക്കില്ല. അതാണ് UDFൻ്റെ കണക്ക്. പക്ഷേ എങ്കിലും ഒരു കണക്കെടുക്കാൻ പോവുകയാണ്. LDFും ഏതാണ്ട് ഒരു കണക്ക് ഇന്നലെ വൈകിട്ടോട് തന്നിട്ടുണ്ട്. അവർ പറയുന്നത് തങ്ങളുടെ വോട്ടുകളെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന ഉറച്ച ആത്മവിശ്വാസം ഇടത് ക്യാമ്പ് പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ മധ്യകേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുചിത്രം, പോളിംഗ് ശതമാനം കുറഞ്ഞത് UDFനെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്, LDFന് പ്രതീക്ഷ നൽകിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണയുണ്ടായ വലിയ മജോറിറ്റി UDFനുണ്ടായ പ്രദേശമാണിത്. ഓരോ മണ്ഡലത്തിലും വലിയ ഭൂരിപക്ഷത്തിനാണ് ഓരോ സ്ഥാനാർത്ഥിയും ജയിച്ചത്, ആലപ്പുഴ ഒഴികെ. അപ്പോൾ ആ മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനത്തിൽ കുറച്ച് കുറവുണ്ടായി, കുറച്ച് ആളുകൾ മാറി നിന്നാലും അത് ജയത്തെ ബാധിക്കില്ല എന്ന് UDF ഉറച്ചു വിശ്വസിക്കുന്നു. അതാണ് ഇവിടുത്തെ ഒരു പൊതു സാഹചര്യം. ശരി, സാലിം മുഹമ്മദാണ് മധ്യകേരളത്തിലെ വിവരങ്ങൾ നൽകിയത്. പോളിംഗ് ശതമാനത്തിലുള്ള കുറവ് എങ്ങനെയാണ് ഈ മുന്നണികളെയൊക്കെയും ബാധിക്കുക എന്ന വലിയ കണക്കുകൂട്ടലുകളിലേക്കൊക്കെ കടക്കുന്ന ഒരു സമയമാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായൊരു പോളിംഗ് ശതമാനം വന്നതിന് ശേഷമുള്ള ആദ്യ മണിക്കൂറുകളാണ്. ഇനിയുള്ള കണക്കെടുപ്പുകൾക്ക് ശേഷം മാത്രമായിരിക്കും മുന്നണികൾക്ക് വളരെ കൃത്യമായൊരു കാൽക്കുലേഷൻ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാവുക എന്ന് തന്നെ പറയേണ്ടി വരും.